ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെദർ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ എൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഫോണിന് എന്തോ ഒരു കംപ്ലൈൻറ്റ് എൻ്റെ വാട്സപ്പിൽ. അപ്പോൾ നമ്മൾ വോയിസ് കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനത് വേറെ ഫോണിൽ എടുക്കുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നുള്ളത് കലാത്തികളാണ് കേട്ടോ. 3 വെറൈറ്റിയാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞിരുന്നു അഗ്ലോണിമയുടെ ലാസ്റ്റത്തെ വീഡിയോ ആണ്. ഇനി കലാത്തിയാണ് നമ്മൾ കൊണ്ടുവരാൻ പോണത് കേട്ടോ. അപ്പോൾ ആ വീഡിയോയിലെ പ്ലാൻസ് ഞാൻ അയച്ചിട്ടില്ല. മൺഡേ ആയിരിക്കും അയക്കുക. മോൾക്ക് വാക്സിനേഷൻ ആയ കാരണം ഇഞ്ചക്ഷനൊക്കെ എടുത്ത പനിയും ഇതൊക്കെ ഇരിക്കുകയാണ്. വീട്ടിൽ വേറെ ആരുമില്ല, 2 ഉണ്ണിയോടുള്ള കാരണം അയക്കാൻ ബുദ്ധിമുട്ടുള്ള കാരണമാണ് കേട്ടോ അയക്കാത്തത്. നമ്മൾ എന്തായാലും മൺഡേ അയക്കും കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോയിൽ പ്ലാൻസിൻ്റെ കൊറിയർ വന്നിട്ട് നമ്മൾ എന്താ പറയുക, മൺഡേ ഒക്കെ ആയിട്ട് തിങ്കളാഴ്ച നമ്മൾ കുറച്ച് അയക്കും. നമുക്ക് പറ്റണ അത്രയും നമ്മൾ അയക്കും. ബാക്കിയുള്ളത് ബുധൻ അങ്ങനെ ആയിട്ടാവും അയക്കുക. തിങ്കൾ ബുധനായിട്ടാവും ഇതിലെ പ്ലാൻസുകൾ നമ്മൾ അയക്കണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിന്ന് ഫസ്റ്റ് കൊണ്ടുവന്നുള്ളത് ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഇത് വന്നിട്ട് ഓർബിഫോളിയ വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. ഇത് അധികം കോമൺ അല്ല, കുറച്ച് റയറാണ്. ഞാൻ മുൻപ് ഒരു മാസം മുൻപൊക്കെ നമ്മളിത് കുറേ സെയിൽ ചെയ്തിരുന്നു. പിന്നെ ഒത്തിരി പേര് അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കന്ന് കൊടുക്കാൻ പറ്റിയില്ല ഇത്. അപ്പോൾ ഇത്തവണ നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, പ്ലാന്റുകൾ വന്നിട്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വന്നിട്ട് കേട്ടോ. 4 ലീഫ് 5 ലീഫൊക്കെയാണ് പ്ലാന്റ് വരുന്നത്. ഇത് ചിലർ വിചാരിക്കും ഇത് സാധാ ഓർബിഫോളിയ ആണെന്നുള്ളത്. നമ്മുടെ ഗ്രീൻ കളർ അതല്ല കേട്ടോ. ഇത് നല്ല ഡിഫറെൻ്റ് ഉണ്ട്. ഇത് വാങ്ങിയവർക്ക് അറിയാം. ഇതിൻ്റെ ലീഫിന് ഭയങ്കര കട്ടിയാണ്. പിന്നെ സെൻറ്ററിൽ വൈറ്റ് ലൈൻ ഉണ്ട്. സാധാ ഓർബിഫോളിയ ഞാൻ കാണിച്ചു തരാം കേട്ടോ സംശയമുള്ളവർക്ക്. അത് ഞാൻ ഇറക്കിയിട്ടുണ്ട്, പക്ഷേ സെയിൽ ഇട്ടിട്ടില്ല. അത് ഞാൻ റീപോർട്ടിന് വേണ്ടി വെച്ചേക്കാണ്. കുഞ്ഞു പ്ലാന്റുകളാണേ. അപ്പോൾ ഇതേ കണ്ടോ, ലീഫ് ഭയങ്കര കട്ടിയാണ്. പിന്നെ ഈ ഒരു വെറൈറ്റി എനിക്ക് വെച്ച് നോക്കിയിട്ട് തോന്നിയുള്ളൊരു കാര്യമാണ്, പെട്ടെന്ന് ആഴ്ചകൾക്കകം ഇതിന് ഷൂട്ട് വരും. 1-2 ആഴ്ച അതിനുള്ളിൽ എന്തായാലും ഇതിന് ഷൂട്ടുകൾ വന്നിരിക്കും. ഒരുവിധം ഞാൻ വെച്ച് നോക്കിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഷൂട്ട് വന്ന് 2-3 ലീഫൊക്കെയുള്ള പ്ലാന്റുകളാണെങ്കിൽ അതിന് നമ്മൾ പിഴുത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിനും റൂട്ട് വരും. ആഴ്ചയ്ക്കുള്ളിൽ തന്നെ റൂട്ട് വരും. സാധാരണ കലാത്തിയ വെറൈറ്റികൾ നമ്മൾ നോക്കാണ്ട് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം കേടായി പോണ വെറൈറ്റിയാണ് വാടിയിട്ട്. പക്ഷേ ഈ ഒരു ഓർബിഫോളിയ എന്ന് പറഞ്ഞ വെറൈറ്റി എങ്ങനെ പിഴുത് വെച്ചാലും ഇതുവരെ എൻ്റെ ഇതൊന്നും കേടായി പോയിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ പ്ലാന്റ് വന്നിട്ട്. ഇതേ കണ്ടില്ലേ ഈ വെറൈറ്റി. ഇതിന് 130 കേട്ടോ ഓർബിഫോളിയയ്ക്ക് റേറ്റ് വരുന്നത്. 130 റേറ്റ് വരുന്നത്. ഇത് ഒക്കെ ഏകദേശം ഈ സൈസ് തന്നെയാണ് കേട്ടോ. 4 ലീഫ് 5 ലീഫ് എന്തായാലും കൺഫേം ആയിട്ടുണ്ടാവും. അത് നോക്കിയിട്ടേ ഞാൻ അയക്കുള്ളൂ. ഏകദേശം ഒരു 25 പ്ലാന്റോളം 26 പ്ലാന്റോളം ഈ ഒരു ട്രാക്കകത്തുണ്ട്. അത്രയും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇത് നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ വന്നിട്ടുള്ളത്. മാരിയോൺ എന്നാണ് ഇതിൻ്റെ, അതാണ് തോന്നുന്നു ഇതിൻ്റെ ഐഡി വരുന്നത്. ഡൗട്ടുള്ളവരൊന്ന് ഗൂഗിളിൽ നോക്കി നോക്കൂ കേട്ടോ. വലിയ പ്ലാന്റാണ്. വലിയ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലെങ്ത്തിലൊരു കൈ ലെങ്ത്തിലുള്ള പ്ലാന്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതും ഷൂട്ട്സ് ഉള്ള പ്ലാന്റാണ് കേട്ടോ. 2 ഷൂട്ട് 3 ഷൂട്ട്, ചിലതിലൊക്കെ 4 ഷൂട്ട്, അങ്ങനെ ഷൂട്ട്സ് ഉള്ള പ്ലാന്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതേ ഇപ്പോൾ ഇതിലൊക്കെ കണ്ടോ 4 ഷൂട്ട് 5 ഷൂട്ടൊക്കെ ഇതിനകത്തുണ്ട് പ്ലാന്റുകൾ. എന്ന് കരുതി എല്ലാവരും 5 ഷൂട്ടുള്ളത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തരാൻ പറ്റില്ല. നിങ്ങളൊരു 2 ഷൂട്ട് നിങ്ങൾ എപ്പോഴും ഒന്ന് കണക്കാക്കി നോക്കിയിട്ട് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. 2 ഷൂട്ടുള്ള പ്ലാന്റ്. കാരണം 2 ഷൂട്ട് എനിക്ക് കൺഫേം ആയിട്ട് തരാനുണ്ടാവും. പക്ഷേ ചിലതിൽ 3 ഷൂട്ട് 4 ഷൂട്ട് 5 ഷൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഉള്ളതിനനുസരിച്ച് ഞാൻ തരും കേട്ടോ. ഞാനിത് സെപ്പറേറ്റ് പൊളിക്കൊന്നും ചെയ്യില്ല. ഇങ്ങനെ തന്നെയായിരിക്കും നമ്മൾ അയക്കണത്. ഇത് കണ്ടോ, കാരണം ഇത് തിക്കായിട്ട് വെക്കുന്നവർക്ക് നല്ലതാണ്. കാരണം ഒറ്റ പ്ലാന്റ് വെച്ചാൽ മതി ചട്ടിയിൽ. അതിനുള്ള വലിപ്പമുണ്ട്, അതുപോലെ ഷൂട്ട്സും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. പിന്നെ ഇതിൻ്റെ തന്നെ ഇത്തിരി ഹൈറ്റ് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. കുറവെന്ന് പറഞ്ഞാൽ തീരെ ചെറുത് എന്നല്ല, അതേ കണ്ടോ. പക്ഷേ ഇതിനകത്തൊക്കെ 2 ഷൂട്ടും 3 ഷൂട്ടൊക്കെ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അതിനകത്ത്. കണ്ടോ, ഞാൻ ഹൈറ്റ് കുറഞ്ഞത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കാണിച്ചു തരാൻ. ഇതിലാണെങ്കിൽ ഇതേ കണ്ടോ 3 ഷൂട്ടായിട്ടുള്ള പ്ലാന്റ് ഉണ്ട്. ഇതേ 1 2 3 ഷൂട്ടായിട്ടുള്ള പ്ലാന്റ് ഉണ്ട് കേട്ടോ അതിനകത്ത്. ഒരു 2 ഷൂട്ട് എന്തായാലും നിങ്ങൾ ഇതിനകത്ത് കൂട്ടിക്കോ. ഷൂട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. നല്ല ലെങ്ത്തുള്ള പ്ലാന്റാണ് കേട്ടോ. ഇപ്പം നമുക്ക് ഇവിടെയൊക്കെ ഞങ്ങളുടെ ഇവിടെ ആണെങ്കിലും മണ്ണുത്തിയിലാണെങ്കിലും കലാത്തിയ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കിട്ടാനും പാടാണ്. പിന്നെ അതുപോലെ തന്നെ റേറ്റ് കൂടുതലാണ്. പണ്ടൊക്കെ ഞാൻ ഇഷ്ടം പോലെ സെയിൽ ചെയ്തിരുന്ന കലാത്തിയ മാത്രം ചെയ്തിട്ടുണ്ടായിരുന്ന ഞാൻ ഒരു 100 വെറൈറ്റിയോളം എൻ്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷേ അന്നൊക്കെ നല്ല ലാഭത്തിന് കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ കലാത്തിയ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു സിംഗിൾ പ്ലാന്റ് ആണെങ്കിലും 200 രൂപ 250 രൂപ ഞങ്ങളുടെ അവിടെ സിംഗിൾ പ്ലാന്റുകൾക്ക് റേറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടുന്ന് എടുക്കാറില്ല. പൊതുവേ ലാഭത്തിന് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ കലാത്തിയ ഇറക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് മാരിയോൺ എന്ന് പറഞ്ഞാൽ അടുത്ത വെറൈറ്റി വരുന്നത്. ഇതിന് റേറ്റ് വന്നിട്ട് 200 രൂപയാണ് കേട്ടോ. 200 റേറ്റ് വരുന്നത്. ലെങ്ത്ത് ഉള്ളതുകൊണ്ട് ലെങ്ത്ത് കുറഞ്ഞതുകൊണ്ട്. ഷൂട്ട്സ് 2-3 ഷൂട്ട് 2 ഷൂട്ട് എന്തായാലും അങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് മെസ്സേജ് ചെയ്യുക. ഇനിയിപ്പോൾ 4 ഷൂട്ടിൻ്റെ കാണിച്ചെന്ന് കരുതിയിട്ട് എല്ലാവരും എനിക്ക് 4 ഷൂട്ട് തരുമെന്ന് ചോദിച്ചാൽ അങ്ങനെ എല്ലാവരും ചോദിച്ചാൽ ഞാൻ കൊടുക്കില്ല, അവിടെ വെക്കുള്ളൂ കേട്ടോ.
കാരണം എല്ലാവർക്കും, കാരണം ഒത്തിരി ആൾക്കാർ നമ്മുടെ നിന്ന് സ്ഥിരം വാങ്ങണവർ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ എനിക്ക് ആരെയും ഒഴിക്കാനായിട്ട് പറ്റില്ല, എല്ലാവരും നമ്മുടെ കസ്റ്റമേഴ്സാണ്. അപ്പോൾ അങ്ങനെ വരാണെങ്കിൽ ഞാൻ ആർക്കും കൊടുക്കേണ്ടത് ഞാൻ വെക്കുള്ളൂ. ഇവിടെ 2 ഷൂട്ട് നോക്കിയിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ. 200 ആണ് റേറ്റ് വരുന്നത്, വലിയ പ്ലാന്റ് ആണ്. പിന്നെ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഇതേ ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ, മരാന്ത വെറൈറ്റി. ഇത് എനിക്ക് കലാത്തിയകളിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ മരാന്ത. കാരണം എന്താണെന്നറിയോ, ഇത് ഭയങ്കര ഭംഗിയാണ് മരാന്തയുടെ ലീഫുകൾ കാണാൻ. ഒരുവിധം പെട്ട എല്ലാ മരാന്തകളും ഭയങ്കര ഭംഗിയുള്ള ലീഫുകളാണ് കേട്ടോ. അതായത് വരച്ചെടുത്ത പോലെ ലീഫുകളിരിക്കുക. എനിക്ക് ഒരു ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കലാത്തിയ പൊതുവേ നമ്മൾ പിഴുത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത് പിഴുത് വെച്ചാൽ പെട്ടെന്ന് വരും. പക്ഷേ ഇതൊക്കെ നമ്മൾ പിഴുത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റ് റൂട്ട് സ്പ്ലിറ്റിങ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കേടായിപ്പോവും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെക്കുക ചെയ്യുക. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ കണ്ടോ ഈ ഒരു ഞോട് നോക്കി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അടുത്ത പ്ലാന്റായി. അങ്ങനെയാണ് ഇതിൻ്റെ വില. പിന്നെ ഇത് ഹൈറ്റിൽ അങ്ങനെയല്ല, ഒരു ക്രീപ്പർ പോലെ ഇങ്ങനെ താഴത്തേക്ക് ഇതുമ്പോൾ ഫ്ലവറൊക്കെ ഉണ്ടാവും, കുഞ്ഞ് വെള്ള ഫ്ലവറൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ്. എനിക്ക് ഇതുപോലെ നോയിഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയും കൂടി റയറുള്ളത് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് എടുത്തില്ല. നല്ല റേറ്റാണ് അവർ പറയണത്. അപ്പം ഈ ഒരു വെറൈറ്റിയാണ് നമുക്ക് വന്നിട്ടുള്ളത് മരാന്തയുടെ. ഇതിന് 80 രൂപയാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത്. ഒരു 10 പ്ലാന്റോളം നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത് ഒരു 15 പ്ലാന്റോളം ഉണ്ട്. ഹൈറ്റ് കുറഞ്ഞതും ഹൈറ്റ് കൂടിയതും അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് ഹൈറ്റ് കുറവുള്ളത് ഞാൻ കാണിച്ചില്ല, പക്ഷേ ഷൂട്ട്സ് ഉണ്ടാവും കേട്ടോ. ഇത് നമുക്കൊരു 10 പ്ലാന്റോളം അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഏകദേശം ഒരു 26 പ്ലാന്റ് എന്തെങ്കിലും കൂട്ടാം അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സെയിലിനായുള്ള പ്ലാന്റുകൾ. ആർക്കെങ്കിലും ഇതിലേതെങ്കിലും പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടാവും. തിങ്കൾ ബുധൻ ആയിട്ടായിരിക്കും കേട്ടോ ഇതിൻ്റെ കൊറിയർ വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കുക കേട്ടോ. പിന്നെ ഇപ്പോൾ മഴ സമയമൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഒരുവിധം എല്ലാവരുടെയും മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ ഇവിടെ മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഴ സമയം ആയതുകൊണ്ട് കലാത്തിയെ പെട്ടെന്ന് പിടിച്ചു കിട്ടും. കാരണം അധികം വെയിലില്ലാത്തവർക്ക് സിറ്റ് ഔട്ടിലൊക്കെ വെക്കുക. നല്ല മഴയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഡെയിലി ആയിട്ട് നിങ്ങളിത് മുറ്റത്ത് വെച്ചു. ഡെയിലി മഴ കൊണ്ടാൽ എത്ര മഴ കൊള്ളണോ അത്രയും പെട്ടെന്ന് ഗ്രോത്തും വരും, ഷൂട്ടും വരും, നന്നായി പിടിക്കുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം, കലാത്തിയൊക്കെ കംപ്ലൈൻറ്റ് വന്ന് പോയി നിങ്ങൾ ഒരിക്കലും പേടിക്കേ വേണ്ട. കാരണം അഗ്ലോണിമ പോയില്ല, അഗ്ലോണിമ കംപ്ലൈൻ്റ് ആയി പോയി പിന്നെ നമുക്ക് കിട്ടില്ല. കലാത്തിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ചട്ടിയിൽ നിന്ന് പോയെന്ന് കരുതി നമ്മളത് വലിച്ച് കളയണ്ട. നമ്മൾ മഴയൊക്കെ വരുമ്പോൾ അത് പുറത്തേക്ക് ഇറക്കി വയ്ക്കുകയാണെങ്കിൽ തനിയെ അതിൽ നിന്ന് കിളിർത്ത് വരും. കലാത്തിയയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അഗ്ലോണിമ പോലെയല്ല, പെട്ടെന്ന് എങ്ങനെ പോയാലും ആ സാധനം തനിയെ ഉണ്ടായി വരും. അപ്പോൾ അത് നോക്കണവരാണെങ്കിൽ അവർക്കത് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളൊരു മെസ്സേജ് അയയ്ക്കുക.